യുഎസിലേക്ക് വന്നിട്ട് 2-ാം ദിവസമാണ് കേട്ടോ ഇത്. നമ്മുടെ ഒന്നും ജെറ്റ് ലാഗ് അത്ര മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഉറക്കം വരും. പക്ഷെ പിള്ളേർക്ക് എവിടെ നിന്നാണോ ഇത്രയും എനർജി കിട്ടുന്നതെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഓരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ പിള്ളേർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാംപ്ലിൻ പാർക്കിലേക്കാണ്. ഹീലിയം എന്നെന്തോ ആണ് ട്രാംപ്ലിൻ പാർക്കിൻ്റെ പേര് കേട്ടോ. കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഉറക്കം വരിക, വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരിക. എന്നാൽ രാത്രി കിടക്കണം നേരത്തോ ഉറക്കം അങ്ങോട്ട് തീരെയില്ല. ഉറങ്ങി ഒരു 1-2 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ഉറക്കം കിട്ടണില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തായാലും അതൊരു 2-3 ദിവസം എടുക്കും എന്നുള്ളത് മനസ്സിലായി. ജെറ്റ് ലാഗ് എന്താണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. എന്നാലും ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കുന്നൊന്നും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മളും എൻജോയ് ചെയ്യും. അത്യാവശ്യം ഒരുപാട് അങ്ങനെ ചാടാനും പിടിക്കാനൊന്നും ഇല്ലെങ്കിലും ബാസ്ക്കറ്റ് ബോളിലൊക്കെ ഒരു കൈ നോക്കാതിരുന്നില്ല. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ചേച്ചിക്ക് കൂടാൻ പറ്റിയില്ല ഞങ്ങളുടെ കൂടെ. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് അവിടെ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇച്ചിരി ചെറിയൊരു കഫേ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ദാഹം മാറ്റാനുള്ള വെള്ളവും കുടിച്ച് ഒക്കെ ഒന്ന് സെറ്റായി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ചാടി മറഞ്ഞ് ഇവരുണ്ടല്ലോ, ഇവർ 4 കസിൻസും ആദ്യമായിട്ടാണ് കേട്ടോ പരസ്പരം എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 2-3 ദിവസം കൊണ്ട് തന്നെ അവരെങ്ങനെയൊക്കെയോ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡായി. അല്ലെങ്കിലും ഈ രക്തബന്ധം എന്ന് പറയുന്നത് ഒരു ബന്ധം തന്നെയാണല്ലോ അല്ലേ. കണക്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. ഒറ്റ ദിവസമാണെങ്കിലോ 2 ദിവസമാണെങ്കിലോ അങ്ങനെയൊന്നും അതിനില്ല. അത് കറക്റ്റായിട്ട് അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. നല്ലൊരു ബോണ്ട് 2 ദിവസം കൊണ്ട് തന്നെ അവരങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്തായാലും കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു.